ഇറാൻ്റെ എല്ലാവിധ കഴിവുകളും പങ്കുവെച്ചുകൊണ്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മൊന ഒടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ആയത്തുള്ള ഖമനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 ദിവസം മുമ്പ് വന്നത് നിങ്ങളൊരു പക്ഷേ അറിയോ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, നല്ല രീതിക്ക് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്ത് പുറത്തിടും. ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൈകളിലുണ്ട്. അഥവാ ഇറാന് സപ്പോർട്ടീവായിട്ടുള്ള ഹാക്കർ ടീം ഇസ്രായേലിൻ്റെ എല്ലാ നീക്കുപോക്കുകളും രഹസ്യമായി ചോർത്തി 6 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയത്. അവിടെയാണ് ഈ ആയത്തുള്ള ഖമനയുടെ പവറും ഇറാൻ്റെ ടെക്നോളജിയായിട്ട് വികസനം വന്നതിനെക്കുറിച്ചൊക്കെ അമേരിക്കയും മനസ്സിലാക്കി തുടങ്ങുന്നത്. ഇനിയിപ്പോൾ ആയുധവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മുകളിലേക്ക് അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അപകടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചീഫ് സെക്രട്ടറി ഇടപെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങളുടെ പോക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന രൂപത്തിൽ അവിടെയാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉപരോധം കൊണ്ട് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ സ്വന്തം രാജ്യത്തെ എന്ത് വില കൊടുത്തിട്ടും അതങ്ങനെ തന്നെ കൊണ്ടടക്കും, അതങ്ങനെ തന്നെ ഭദ്രമാക്കി വെക്കുമെന്ന് എല്ലാ ലോക ജനതയ്ക്കും മനസ്സിലാക്കി കൊടുക്കാൻ മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് ആയത്തുള്ള ഖമനയുടെ നേതൃത്വത്തിൽ, പെഷസ്കിയാൻ്റെ നേതൃത്വത്തിൽ, അരോസ്കെ എന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇത് കൊണ്ടുപോകുന്നത്. അവിടെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ടെക്നോളജിയാണ് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഈ ടെക്നോളജി കയ്യിലുള്ള ആളുകൾക്ക് തീരുമാനമെടുക്കാൻ പറ്റിയ രൂപത്തിൽ ഈ ലോകം അങ്ങനെ അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വളരെ വലിയതാണെന്നോ മൊസാദ് അതിനേക്കാൾ വലുതാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഇറാൻ്റെ ബി ടീമായിട്ടുള്ള ഒരു വിഭാഗം ഹാക്ക് ചെയ്തിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് ഈ ഒരു ഇസ്രായേൽ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട സകലമാന പരിപാടികളിലും അതിൻ്റെ ഡാറ്റകളും കോണ്ടാക്റ്റ് ലിസ്റ്റുകളും ഈ ബി ടീമായിട്ടുള്ള അഥവാ ഇറാൻ്റെ അടുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് കൈവശമുണ്ട് എന്ന് ഇസ്രായേലിനോട് പറയുമ്പോൾ ഇസ്രായേൽ അത് വളരെ നെവർ മൈൻഡായിട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അവർ ഒന്നും മിണ്ടാതെ പോയി. കാരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം, ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എടുത്തിട്ടങ്ങ് അലക്കിയാൽ അഥവാ ലോകത്തിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന പിന്നെ തൻ്റെ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സുരക്ഷിതത്വവും നഷ്ടപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ നെതന്യാഹു ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രാജ്യം എന്ന് പറയുന്നത് കുറേ അഹങ്കാരത്തോടുള്ള വാക്കുകളല്ല, ബലൂണ് പോലെ വീർപ്പിച്ച് വെച്ച വാഗ്ദാനങ്ങളുമല്ല, മറിച്ച് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്ക എന്ന് പറയുന്ന 2 രാജ്യങ്ങളും ചെയ്ത് കാണിക്കാതെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എന്നാൽ ഇറാൻ ആകട്ടെ വളരെ ഭംഗിയായിട്ട് അവർക്ക് കിട്ടിയ സമയം 6 മാസത്തോളമായി ഇപ്പം അറ്റാക്കൊന്നും ഇല്ലാതെ ഈ വാക്ക് യുദ്ധത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. അവിടെ ആ സമയം തീരെ പാഴാക്കാതെ ലോകത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് ശക്തിയായിട്ട് വളരാൻ ആഗ്രഹിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇറാൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള റഷ്യയും ചൈനയും അവർക്കെല്ലാവിധ സപ്പോർട്ടും നൽകാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാനുള്ള ക്യാപ്പബിലിറ്റി, ചങ്കൂറ്റം അത് ഇറാൻ നേരത്തെ ഉണ്ട്, ഇപ്പോൾ അല്പം ഒന്ന് കൂടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ലോകത്ത് ഒരു വലിയ അതിനോട് കടപിടിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ശക്തികൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കാലം അത്രയും അമേരിക്ക പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല എന്ന് കരുതി വെച്ച ലോക ജനതയിലെ പല ബുദ്ധിയുള്ള ആളുകളും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങി. അമേരിക്കയോട് ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ആഭ്യന്തര വിഷയം നമ്മളായിട്ടങ്ങ് തീരുമാനിച്ചാൽ മതി, എന്തിന് അമേരിക്കയോട് സംസാരിക്കുന്നു എന്ന രീതിക്ക് വരെ അമേരിക്കക്കെതിരെ സംസാരം വന്നു തുടങ്ങി. ഇത് അമേരിക്കയുടെ അധപ്പതനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ചോർത്തിയെടുക്കപ്പെട്ട ഡാറ്റകളൊക്കെ സെർവറിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നു. അതിന് ഭീഷണി സ്വരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ, കോണ്ടാക്റ്റ് ലിസ്റ്റുകൾ ഒക്കെ ഏറ്റവും നന്നായി ആളുകൾ ഉപയോഗിക്കുന്ന അതാത് രാജ്യത്തെ ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും, ഡബ് ചെയ്യും. അഥവാ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം എല്ലാ ആളുകൾക്കും അതറിയാൻ കഴിഞ്ഞു. പിന്നെ ആ നമ്പറുകളൊക്കെ ഒഴിവാക്കി പുതിയൊരു നമ്പറിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്, ഞങ്ങളോട് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ നിൽക്കരുത്,
പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, അല്ല തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോ, മാന്യമായിട്ട് തരാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ്റെ ആളുകൾ പറയുമ്പോൾ നമുക്ക് അവിടെ ഒന്നറിയാം, പഴയ കാലത്ത് സിനിമ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മികവുറ്റ ആളുകളായിരുന്നു ഈ ഇറാനികൾ. അത് അക്കാലത്ത് പലയിടത്തും ഞാനത് വായിച്ചിട്ടുണ്ട്. വളരെ വലിയ രൂപത്തിലൊക്കെ ഈ നമുക്ക് ആ ഗ്രാഫിക്സൊക്കെ അത്ര കണ്ട് മികവാർന്ന രൂപത്തിലുള്ളൊരു ഗ്രാഫിക്സ് കൊടുത്ത് പിക്ചറൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, വീഡിയോ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇറാനികൾ അതിലും അക്കാലത്ത് വലിയ വിജയം കൈവരിച്ചവരായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്നതും സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെതന്യാഹു ആ വിഷയത്തിൽ പിന്നെ ഉരിയാടാൻ വന്നിട്ടില്ല. കാരണം അത് ഉള്ളതല്ലെങ്കിൽ നെതന്യാഹു ആ വിഷയം തന്നെ പറഞ്ഞിട്ടൊരു യുദ്ധം ഉണ്ടാക്കുകയായിരുന്നു. കാരണം ആത്മാഭിമാനത്തോടുള്ള പുച്ഛമായിട്ടുള്ള മനോഭാവം ഇസ്രായേൽ ഒരു യുദ്ധമായിട്ട് കണക്കാക്കുകയും പ്രഖ്യാപിക്കുകയും നടക്കുമായിരുന്നു, യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം അതുമായി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് തന്നെ തിരിച്ചടി ഉണ്ടായേക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവിടത്തേക്ക് ഇട്ടുകളയുന്നത്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്, ഇറാൻ്റെ ഒരു കണ്ണ് ഇസ്രായേലിൻ്റെ മേത്ത് അല്ലെങ്കിൽ അവർ ഇസ്രായേലിൻ്റെ രാജ്യത്തുണ്ടായിരുന്നു. അതോടൊപ്പം ഇറാൻ എന്ന് പറയുന്ന വലിയ ബന്ധങ്ങൾ ഒന്നുകൂടിയും ചർച്ച ചെയ്യുകയാണ്, അഥവാ ഇവരുടെ പ്രശ്നങ്ങൾ ഒന്നുകൂടിയും ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഒന്നും തിരിയാതെ ഒരു ജനസമൂഹം, ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവിടെ കഴിയുന്നു, അറബികളായിട്ടുള്ള ആളുകൾ ഇറാനിലും കഴിയുന്നു. എന്താണെങ്കിലും ലോകത്ത് ജനനത്തിന് ഒരു മരണമുണ്ട് എന്നുള്ള നിലക്കാണ് അറബികളായിട്ടുള്ള ഇറാൻ്റെ ആളുകൾ നിൽക്കുന്നത്. ജൂതന്മാരെ അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയിരുന്ന് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് കയറിപ്പോകണോ എന്നുള്ള രീതിക്കും ആയിരിക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ അടിച്ചപ്പം ഒരുപാട് ആളുകൾ എയർപോർട്ടിൽ പോയിട്ട് ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. വെറുതെ നമ്മൾ തള്ളി വർത്തമാനം പറയേണ്ട കാര്യമില്ലല്ലോ. വസ്തുതാപരമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അത്രമേൽ പേടിത്തൊണ്ണന്മാരായിട്ടുള്ള ആളുകളാണ് ജൂതന്മാർ. അവർക്കൊരു കാര്യമുണ്ട്, ഒരു എലീനെ കണ്ടാൽ പോലും ഓടുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഗസയിലുള്ള ഒരു മനുഷ്യൻ്റെ വീട് തകർത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കയറുന്നു. അതിൽ നിന്ന് ഒരു എലി ഓടുമ്പോൾ ഇവർ ഓടി ഒളിക്കുകയാണ്. അത് അത്രമേൽ പേടി അവരെ വല്ലാതെ പിടിച്ചു മുറുക്കിയിട്ടുണ്ട്. അതങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം അന്യായമായിട്ടൊരു സമൂഹത്തിൻ്റെ മേൽ അതിക്രമം കാണിക്കുമ്പോൾ പ്രകൃതി തന്നെ അവർക്ക് വേണ്ടത് കൊടുക്കുമെന്നാണ്. എന്താണെങ്കിലും അവരിപ്പോൾ അനുഭവിക്കുകയാണ്. ഇസ്രായേൽ ഇപ്പം എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനായിട്ട് മുന്നോട്ട് പോകണം. ഇതിങ്ങനെ ഇവിടെ നിന്നാൽ ഉള്ളതും പോയി, ഇനി ഉണ്ടാകുന്നതും നഷ്ടപ്പെടും. ഇനി അവരോടത്ത് പോയി തട്ടി നോക്കിയാൽ അതും പ്രതിസന്ധിയാണ്. അപ്പോൾ ആയുധങ്ങളൊക്കെ നിലത്ത് വെച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിലുള്ള ആളുകളെ തന്നെ തനിക്കെതിരെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തേജനങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വലിയ പ്രക്ഷോഭം ഇളക്കി തിരിച്ചു ആയത്തുള്ള ഖമനയ്ക്കെതിരെ. പക്ഷേ അതും അമർച്ച ചെയ്യുകയാണ്. അമർച്ച ചെയ്യുമ്പോൾ അതൊരു സുന്ദരമായിട്ടുള്ള സ്വപ്നം അവിടെ ബാക്കിയാകുന്നുണ്ട്. തൻ്റെ രാജ്യം ആരും ബാഹ്യമായിട്ട് ഏർപ്പെടേണ്ടതില്ല, ബന്ധപ്പെടേണ്ടതില്ല. ആവശ്യമായത് മുഴുവനും നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെ കൊടുക്കണം, എങ്ങനെ വാങ്ങണം, എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. തീർത്തും ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പം ഇറാൻ എപ്പോഴും ഒരടി മുകളിൽ നിൽക്കും. അമേരിക്ക എവിടെ നിന്ന് തുടങ്ങണം? അമേരിക്കയുടെ സ്വഭാവം നമ്മൾ ജപ്പാനിൽ കണ്ടതാണ്. തോറ്റുപോകുന്ന ഉറപ്പായാൽ പിന്നെ അവർക്ക് മുന്നും ബാക്കും ആലോചിക്കാനുണ്ടാവില്ല. ഫാറ്റ്മാൻ എന്നൊക്കെ പറയുന്ന ആണവായുധങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടേച്ച് അതിനില്ലായ്മ ചെയ്തിട്ടെങ്കിലും ലോകത്ത് നമ്പർ 1 ആകാൻ ശ്രമിക്കും. ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ്. എന്താണ് പാകത്തുക? അവരുടെ ഫോണുകളൊക്കെ ഒന്ന് ചോർത്തി അവരെന്താ സംസാരിക്കുന്നതെന്നുള്ള ഇവിടുന്ന് നോക്കിക്കണ്ട് അവരോടത്ത് പറഞ്ഞു കൊടുത്തു. ടോട്ടലി ലീക്കഡ് ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. മറ്റൊരു വീഡിയോയിൽ കാണാം.